PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള LGS പ്രിലിംസിന്റെ 4th സ്റ്റേജിന്റെ ആൻസർ കീ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഏതാണെന്ന് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്? അത് ഓപ്ഷൻ സി ചങ്ങമ്പുഴയാണ്. 2, എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? അത് ഓപ്ഷൻ എ ജൂൺ 5 ആണ്. ഇനി 3, കേരളത്തിന്റെ ദേശീയ പക്ഷി ഏത്? അത് ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അത് ഓപ്ഷൻ ബി പാരീസിൽ വെച്ചാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഓപ്ഷൻ ബി വയനാടിലാണ്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത്? അത് ഓപ്ഷൻ സി രാമേശ്വരം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? അത് ഓപ്ഷൻ എ ചാൾസ് ബാബേജ്. ഇനി ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? അത് ഓപ്ഷൻ ഡി കൊളംബോ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഇനി നമ്മളുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? അത് ഓപ്ഷൻ സി ശ്രീമതി വീണ ജോർജ് ആണ്. ഇനി ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. മാരുതി, അമുല, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. അത് ഓപ്ഷൻ ബി 2 എന്നുള്ളതാണ്. അതായത് അമുല ആണ് അതിലെ സഹകരണ വ്യവസായത്തിന് ഉദാഹരണം. ഇനി സൂചനകൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായമാണ്. വിശ്വേശ്വര അയൺ സ്റ്റീൽ പ്ലാന്റ്, സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്തത് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്ഷൻ ഡി ആണ്. 2ഉം ശരിയല്ല. ഓക്കെ, ഇനി ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിന്റെ പേര് തിരിച്ചറിയുക. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു. മൂന്നാമത്തേത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലു ആണ് അതിൽ നൽകിയിട്ടുള്ള പ്രാദേശികവാദം. ഇനി താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് അല്ലെങ്കിൽ ഏതെല്ലാം എന്ന് തിരിച്ചറിയുക. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1 മാത്രം, ഉത്തരായന രേഖ മാത്രം. ഇനി അടുത്തത് പ്രസ്താവന, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. സൂചന, മഹാനദി, പെരിയാർ, താപ്തി, ലൂണി. മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക എന്നതാണ്. അത് ഓപ്ഷൻ സി 2ഉം 3ഉം എന്നതാണ് എൻ്റെ ആൻസർ, പെരിയാറും താപ്തിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? അത് ഓപ്ഷൻ ബി ഡൽഹി ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? അത് ഓപ്ഷൻ എ ന്യൂഡൽഹി ടു വാരണാസി ആണ്. ഇനി ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ എ ബംഗ്ലാദേശ് ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ദേശീയ ജലപാത 2 എന്നുള്ളതാണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ. നെവശേവ, പാരാദ്വീപ്, ഹാൽഡിയ, കാണ്ട്ല. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 1ഉം 4ഉം, നവശേവയും കാണ്ലയുമാണ് പശ്ചിമതീര തുറമുഖങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? അത് ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? അത് ഓപ്ഷൻ സി നവംബർ 26. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ഓപ്ഷൻ എ അനുച്ഛേദം 21A എന്നുള്ളതിലാണ്. ഇനി ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത്? അത് ഓപ്ഷൻ ബി 2013 എന്നുള്ളതാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഓപ്ഷൻ ഡി ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അത് ഓപ്ഷൻ എ 44ാം ഭരണഘടനാ ഭേദഗതി. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അത് ഓപ്ഷൻ ഡി ഹൈക്കോടതി ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അത് ഭാഗം 4A-യിലാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 19. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ,
ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? അത് ഓപ്ഷൻ ഡി ഡിസംബർ 10 എന്നുള്ളതാണ്. ഇനി 31 ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? അത് 1930. എ ഓപ്ഷൻ 1930 എന്നുള്ളതാണ്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? അത് ചെമ്പാണ്. ഓപ്ഷൻ ബി ചെമ്പ്. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം, അതുപോലെ തന്നെ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ഒരു ഉപഗ്രഹം ചന്ദ്രൻ, ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളത് എ, ബി, സി ആണ്. ഓപ്ഷൻ ഡി ആണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? അത് ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ ബി പെരിയാർ ആണ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെ. ഇനി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇനി പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? അത് ഓപ്ഷൻ ബി വിഹാരങ്ങൾ ആണ്. ഇനി ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ബി കേസരി ആണ്. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? അത് സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം, മാസം 10 കിലോ അരി സൗജന്യമായ റേഷൻ കട വഴി ലഭിക്കുന്നു, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അതായത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ഓപ്ഷൻ ബി ആനി ബെസന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ സി അഭിലാഷ് ടോമി ആണ്. ഇനി സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? ഓപ്ഷൻ സി ആനമുടി. ഇനി ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ ആണ്. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി പൊയ്കയിൽ കുമാര ഗുരുദേവൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി? ഓപ്ഷൻ ഡി മിന്നുമണി ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം. ഇനി വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ എ അയ്യങ്കാളി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? അത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. ഇനി സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര്? അത് ഓപ്ഷൻ ബി നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 54ാമത്തെ ക്വസ്റ്റ്യൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത് എന്നായിരുന്നു? അത് ഓപ്ഷൻ സി ഇടമലക്കുടി എന്നുള്ളതാണ്. ഇനി ലോക പരിസ്ഥിതി ദിനം എന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ ബി ജൂൺ 5. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള നിയമസഭ സ്പീക്കർ ആരാണ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ എ AN ഷംസീർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അത് ഓപ്ഷൻ സി അരുണ ആസിഫ് അലി. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ്? ഓപ്ഷൻ ഡി കുട്ടനാട്. ഇനി കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? അത് ഓപ്ഷൻ സി ജഹാംഗീർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? അത് ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്. ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി രോഗം ഉണ്ടാവുന്നത്? അത് ഓപ്ഷൻ ഡി ജീവകം സി. ഇനി എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? അത് ബാക്ടീരിയ ആണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ്? ഓപ്ഷൻ എ മൃതസഞ്ജീവനി. ഇനി വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്? ഓപ്ഷൻ ബി ജലദോഷം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? അത് ഓപ്ഷൻ സി സൈലന്റ് സ്പ്രിംഗ് ആണ്. അടുത്ത
ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ ബി പ്രിയങ്ക ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ്. ഓപ്ഷൻ ഡി എപ്പികൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? അത് ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങാണ്. ഇനി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് ഓപ്ഷൻ ബി പീച്ചിയിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഉള്ളത് ഓപ്ഷൻ സി 2ഉം 3ഉം എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ബി ആണ്. പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല എന്നുള്ള ഓപ്ഷൻ ഡി ആണ്. ഇനി അലുമിനിയത്തിന്റെ അയിര് ഡാഷ് ആണ്. അത് ഓപ്ഷൻ എ ബോക്സൈറ്റ് ആണ്. ഇനി കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം എന്ന് പറയുന്നത് ഓപ്ഷൻ എ മഞ്ഞയാണ്. ഇനി മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. അതിൽ ശരിയായ പ്രസ്താവനകൾ ഉള്ളത് ഓപ്ഷൻ ഡിയിലാണ്. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് എന്നാണ്. അത് ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം ആണ്. ആദ്യ സ്ഥാനത്തു നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ്. ഓപ്ഷൻ ബി സ്ഥാനാന്തരണം. 79ാമത്തെ ക്വസ്റ്റ്യൻ, ഊർജത്തിന്റെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ സി ജൂൾ. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ, വികിരണം വഴിയുള്ള താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അതിൽ ശരിയായ പ്രസ്താവന 3 ആണ്. അതുകൊണ്ട് അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് മാത്സിന്റെ പോർഷൻ ആണ്. 0.01നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.0001 കിട്ടും? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 0.01. ഇനി ഒരു വരിയിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിന്റെ അകലം 500 സെന്റിമീറ്റർ എന്നുള്ളതായിരിക്കും. ഇനി 28 × 25 തുല്യമാത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 100 × 7 എന്നുള്ളത്. ഇനി 84ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? അത് ഓപ്ഷൻ സി 51 ആണ്. ഇനി 85ാമത്തെ ക്വസ്റ്റ്യൻ, √10.89 എത്രയാണ്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3.3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പാത്രത്തിൽ 3/4 ഭാഗം വെള്ളമെടുത്തപ്പോൾ 1.5 ലിറ്ററായി. പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആകും? അത് ഓപ്ഷൻ ഡി 2 ലിറ്റർ എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 36, 50, 75 എന്നീ സംഖ്യകളുടെ LCM എത്രയാണ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ബി 900 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 25,000 രൂപയ്ക്ക് വാങ്ങിയ അലമാര 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി 8% എന്നുള്ളതാണ്. ഇനി 1 മുതൽ തുടർച്ചയായി 25 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ ബി 625 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തീവണ്ടി 54 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 2700 മീറ്റർ എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. അത് ഓപ്ഷൻ ബി 2700 മീറ്റർ എന്നുള്ളതാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, 50 ആളുകൾ വരിയായി നിൽക്കുന്നു. ഇതിൽ ഒരറ്റത്തു നിന്ന് 25ാമത്തെ സ്ഥാനത്തിലാണ് രാജേഷ് നിൽക്കുന്നത്. മറ്റേ അറ്റത്തു നിന്ന് രാജേഷ് എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്? അത് ഓപ്ഷൻ സി 26ാം സ്ഥാനത്തിലാണ്. ഇനി 2, 3, 5, 9 ഇവയിലെ ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്ഷൻ ഡി 9 ആണ്. ഇനി 2, 4, 7, 14, 17, 34, 37, -77 ഇവിടെ വിട്ടുപോയ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി 74 എന്നുള്ളതാണ്. ഇനി റെക്ടാങ്കിൾ എന്ന വാക്കിനെ ഇങ്ങനെ എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന വാക്കുകളെ എന്നത് സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നത് ഏത് വാക്കിനെയാണ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ സി ട്രയാങ്കിൾ എന്ന വാക്കാണ്. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ, ഗിറ്റാറിന്
ഗിറ്റാർ ഈക്വൽ ടു 76 ആയാൽ സിത്താർ ഈക്വൽ ടു എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 67. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ വീട്ടിൽ നിന്ന് 400 മീറ്റർ കിഴക്കോട്ടും 800 മീറ്റർ വടക്കോട്ടും 600 മീറ്റർ പടിഞ്ഞാറോട്ടും 800 മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചാൽ വീട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 200 മീറ്റർ. ഇനി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ എന്നിങ്ങനെ ആയാൽ 60/7 പ്ലസ് 6 × 10 - 5 എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ ബി 100 എന്നുള്ളതാണ്. ഇനി അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 20 വർഷത്തിനു ശേഷം അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ ഇരട്ടി ആയാൽ ഇപ്പോൾ അമ്മയുടെ പ്രായം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ ബി 40 എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബന്ധപ്പെട്ട പദജോടി എടുത്തെഴുതുക. ന്യൂമോണിയ ശ്വാസകോശം, ഗ്ലൂക്കോമ ഓപ്ഷൻ സി കണ്ണുകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോട്ടോയിൽ പുരുഷനെ ചൂണ്ടിക്കാണിച്ചു മാലതി പറഞ്ഞു, അയാളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ്. മാലതിക്ക് അയാളുമായുള്ള ബന്ധം എന്ത്? അത് ഓപ്ഷൻ സി ഭർത്താവ് ആണ്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മൾ ഇന്ന് സ്റ്റേജ് 4 LGS പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.